ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വെക്റ്റർ ഓൾജിബ്ര. ഈ ചാപ്റ്ററിൽ നിന്ന് ക്രിസ്മസ് എക്സാമിനേഷന് 13 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതേപോലെ 6 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ. സോ 13 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ നിർബന്ധമായും എല്ലാ കുട്ടികളും പഠിച്ചിരിക്കേണ്ടതാണ്. ഓൾറെഡി ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പോർഷൻസും വിശദമായി നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന റിവിഷൻ ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്റർ കാര്യമായി പഠിക്കാത്ത കുട്ടികൾ തീർച്ചയായും റിവിഷൻ ക്ലാസ് കണ്ട് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കുക. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകളും അതുപോലെ തന്നെ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസുമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചാപ്റ്റർ കാര്യമായി പഠിക്കാത്ത കുട്ടികൾക്കും ഈ ഒരൊറ്റ വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ 13 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെക്റ്റർ ഓൾജിബ്ര. Let P x, y, z be any point, then position vector of the point P is denoted by vector OP. ഒരു പോയിന്റ് തന്നാൽ അതിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം? ഇപ്പൊ P ആണ് പോയിന്റ് എങ്കിൽ പൊസിഷൻ വെക്ടർ എന്താണ്? വെക്ടർ OP equal to xi plus yj plus zk, where I is the unit vector along x-axis, j is the unit vector along y-axis, and k is the unit vector along z-axis എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു പോയിന്റ് 3,4,5 ആണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? 3i പ്ലസ് 4j പ്ലസ് എന്താണ്? zk. നെക്സ്റ്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ OP. ഒരു വെക്ടർ തന്നാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടെത്തും? റൂട്ട് ഓഫ് ഐയുടെ കൂടെ ഇരിക്കുന്നതിന്റെ സ്ക്വയർ, റൂട്ട് ഓഫ് x² പ്ലസ് y² പ്ലസ് z². അല്ലെ, എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് സ്കേലാർ കമ്പോണൻസ് ആണ്. അത് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് റൂട്ട് കാണുക, അപ്പോൾ കിട്ടുന്നതാണ് മാഗ്നിറ്റ്യൂഡ്. നെക്സ്റ്റ്, യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഈസ് ഫോർമുല വെക്ടർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ PQ ആണെങ്കിൽ ഫോർമുല എന്തായിരിക്കും? വെക്ടർ PQ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ PQ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് A plus B ആണെങ്കിൽ ഫോർമുല എന്തായിരിക്കും? A plus B ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A plus B. നെക്സ്റ്റ്, വെക്ടർ PQ കാണുന്ന ഫോർമുല പൊസിഷൻ വെക്ടർ ഓഫ് Q മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് P, അതായത് OQ മൈനസ് OP. വെക്ടർ AB ആണെങ്കിലോ OB മൈനസ് എന്തായിരിക്കും? OA. നെക്സ്റ്റ് വൺ, the direction ratios of the vector xi plus yj plus zk are x, y, z. 3i plus 4j plus 5k എങ്കിൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? ആ വെക്ടറിന്റെ 3, 4, 5. Now direction cosines are, അല്ലെ, ഈ വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻ x by root of x² plus y² plus z², അതായത് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. നെക്സ്റ്റ് വൺ, y by root of x² plus x² plus y² plus z², z by root of x² plus y² plus z². ഓരോ ഡയറക്ഷൻ റേഷ്യോസിനെയും നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. ഓക്കെ, ഒരു വെക്ടർ തന്നാൽ ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈൻസും എങ്ങനെ എഴുതാം, അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ്, സ്കേലാർ പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ചില ഡെഫിനിഷനും പ്രോപ്പർട്ടീസും. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി, അതിന്റെ ഡെഫിനിഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ, വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്ന ഫോർമുല, അതിന്റെ ഡെഫിനിഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്, ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി ഈസ്, രണ്ട് വെക്ടർ തന്നാൽ അവയ്ക്കിടയിലുള്ള ആംഗിൾ കാണുന്ന ഫോർമുല cos theta equal to a dot b by magnitude of a into magnitude of b. Very very important result, must ആയിട്ട് പഠിക്കുക.
two vectors a and b are perpendicular, then a dot b equal to എന്താണ് 0. a dot b 0 ആണെങ്കിൽ ആ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ആയിരിക്കും. നെക്സ്റ്റ് വൺ, പ്രൊജക്ഷൻ ഓഫ് വെക്ടർ a ഓൺ വെക്ടർ b കാണുന്ന ഫോർമുല a dot b by magnitude of b. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ b ഓൺ വെക്ടർ a ആണെങ്കിൽ ഫോർമുല a dot b by magnitude of a. നെക്സ്റ്റ് വൺ, if vector a equal to a1i plus a2j plus a3k, vector b equal to b1i plus b2j plus b3k, then a dot b രണ്ട് വെക്ടേഴ്സ് തന്നാൽ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടെത്താം? ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. a1 into b1 plus a2 into b2 plus a3 into b3 അല്ലേ? ഐയുടെയും കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെയും കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെയുടെയും കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a dot b. നൗ i j k ആർ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് എങ്കിൽ i dot i, j dot j, k dot k ഇതിന്റെ എല്ലാം വാല്യൂസ് എന്തായിരിക്കും? 1 അല്ലെ? i dot i, j dot j, k dot k ഇതിന്റെ വാല്യൂസ് എന്താണ്? 1. നൗ i dot j equal to j dot k equal to k dot i അതിന്റെയൊക്കെ വാല്യൂസ് എന്തായിരിക്കും? 0. കാരണം മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 വരുന്നത്. നൗ a dot a അത് ഡെഫിനിഷനിൽ നിന്ന് കിട്ടുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെക്ടർ എ ഡോട്ട് വെക്ടർ എ കാണുന്ന ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ സ്ക്വയർ. നൗ എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ എന്ന് എഴുതാം. എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ബി ഡോട്ട് എ. അതായത് ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ഡോട്ട് ബി പ്ലസ് സി അതിനെ എങ്ങനെ എഴുതാം? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി എന്ന് എഴുതാം. ഇത്രയുമാണ് സ്കേലാർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് റിസൾട്ട്. നെക്സ്റ്റ്, വെക്ടർ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ് ഡെഫിനിഷൻ. a cos b equal to magnitude of a into magnitude of b into sin theta n cap, where theta is the angle between a and b and n cap is the unit vector perpendicular to both a and b, which is the definition. Now two vectors a and b are parallel, then a cos b equal to എന്തായിരിക്കും? 0. perpendicular ആണെങ്കിൽ a dot b 0, parallel ആണെങ്കിൽ a cos b 0. Next, important one, a vector which is perpendicular to both a and b. എക്കും bക്കും perpendicular ആയിട്ടുള്ള ഒരു വെക്ടർ എഴുതാൻ പറഞ്ഞാൽ we have to find a cross b. a vector which is perpendicular to both a and b എന്ന് പറഞ്ഞാൽ എന്താണത്? a cross b ആയിരിക്കും. it is a vector quantity. okay, next one, most important one, unit vector perpendicular to both a and b. a എന്ന വെക്ടറിനും b എന്ന വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ a cross b by magnitude of a cross b. ജസ്റ്റ് പെർപെൻഡിക്കുലർ വെക്ടർ ആണെങ്കിൽ a cross b, യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a and b എന്ന് ചോദിച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, അനദർ ഇമ്പോർട്ടന്റ് വൺ, ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് വിത്ത് വെക്ടേഴ്സ് a and b ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് a cross b. ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡിന്റെ വെക്ടേഴ്സ് എയും ബിയും ആണെങ്കിൽ ഏരിയ കാണുന്ന ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ബി ക്രോസ് വെക്ടർ എ സി. വെക്ടർ എ ബി ക്രോസ് എ സിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കിട്ടും. സിമിലർലി ട്രയാങ്കിൾ പി ക്യു ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യു ക്രോസ് എന്തായിരിക്കും? പി ആർ. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് വെക്ടർ എ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k, വെക്ടർ ബി ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് b3k, then a cross b എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ i j k, സെക്കൻഡ് റോയിൽ വെക്ടർ എയുടെ സ്കേലാർ കമ്പോണൻസ് a1 a2 a3, തേർഡ് റോയിൽ വെക്ടർ ബിയുടെ സ്കേലാർ കമ്പോണൻസ് b1 b2 b3. അപ്പോൾ വെക്ടർ പ്രോഡക്റ്റ് കാണാൻ വി ഹാവ് ടു എക്സ്പാൻഡ് ഡിറ്റർമിനന്റ് അല്ലേ? ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഡിറ്റർമിനന്റ് i j k, സെക്കൻഡ് റോയിൽ വെക്ടർ എയുടെ i j k യുടെ കോഎഫിഷ്യൻസ്, വെക്ടർ ബിയിലെ i j k യുടെ കോഎഫിഷ്യൻസ് തേർഡ് റോയിൽ എഴുതുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a ക്രോസ് b കിട്ടും. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. Now a cross a എന്ന് പറയുന്നത് എന്താണ്? 0. a cross b ഈക്വൽ ടു എന്താണ്? മൈനസ് b ക്രോസ് a. അത് വെക്ടർ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഡെഫിനിഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ്. തീർച്ചയായും ഇത്രയും കീ പോയിന്റ്സ് തറവായി പഠിക്കുക. കാരണം ഈ ചാപ്റ്ററിൽ നിന്നുള്ള 7 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സിംപ്ലിഫിക്കേഷൻസ് കൂടെ ചെയ്താൽ ഉറപ്പായിട്ട് ഈ 7 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ
വെക്ടർ ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ PQ where P and Q are the points 1, 2, 3 and 4, 5, 6 respectively. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ PQ അതാണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ വെക്ടർ PQ കണ്ടെത്തണം. വെക്ടർ PQ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, OQ മൈനസ് എന്താണ് OP. അപ്പോൾ OPയും OQയും അറിയണം. അതിനുവേണ്ടി പോയിന്റ്സ് തന്നിട്ടുണ്ട്. P എന്ന് പറയുന്ന പോയിന്റ് 1, 2, 3 എങ്കിൽ വെക്ടർ OP എന്തായിരിക്കും? 1i പ്ലസ് 2j പ്ലസ് 3k. വെക്ടർ OQ എന്തായിരിക്കും? 4i പ്ലസ് 5j പ്ലസ് 6k. അപ്പോൾ OP എഴുതി കഴിഞ്ഞു, OQ എഴുതി കഴിഞ്ഞു എങ്കിൽ വെക്ടർ PQ കാണുന്ന ഫോർമുല OQ മൈനസ് OP. ഈ വെക്ടറിൽ നിന്ന് ഈ വെക്ടർ സബ്ട്രാക്ട് ചെയ്യുക. 4i നിന്ന് i കുറച്ചാൽ 3i, 5j മൈനസ് 2j 3j, 6k എന്ന് 3k കുറച്ചാൽ 3k. വെക്ടർ PQ കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ PQ. മാഗ്നിറ്റ്യൂഡ് കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് i യുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ 3 സ്ക്വയർ 9 പ്ലസ് j യുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഓൾസോ 3 സ്ക്വയർ 9, k യുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ 3 സ്ക്വയർ 9 ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 27. വി ഹാവ് ടു ഫൈൻഡ് യൂണിറ്റ് വെക്ടർ എലോങ് വെക്ടർ PQ. കാണുന്ന ഫോർമുല വെക്ടർ PQ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ PQ. PQ എന്തായിരുന്നു? 3i plus 3j plus 3k whole divided by magnitude of PQ that is root 27. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം എഴുതിയിട്ടുണ്ട്. 1 by root 27 into this vector which is unit vector along PQ. വളരെ സിമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റും ആണ്. Question number 2. Show that the vectors 2i minus 3j plus 4k and minus 4i plus 6j minus 8k are collinear. രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ രണ്ട് വെക്ടറിന്റെയും ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യത്തെ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്തൊക്കെയാണ്? 2, -3, 4. രണ്ടാമത്തെ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്താണ്? നമ്മളത് കീ പോയിന്റ്സ് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു. IJKയുടെ കോഎഫിഷ്യൻസ് ആണ് ഡയറക്ഷൻ റേഷ്യോസ്. ഇവിടെ എന്താണ്? -4, 6, -8. അത് ആദ്യം എടുത്തെഴുതുക. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ഫസ്റ്റ് വെക്ടർ എഴുതി, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് സെക്കൻഡ് വെക്ടർ. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നാമത്തെ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോയെ ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4, ഇവിടെ +6, ഇതെന്താണ്? -8. അതായത് ഇവ പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഈ ഡയറക്ഷൻ റേഷ്യോസ് ഒന്ന് മറ്റേതിന്റെ മൾട്ടിപ്പിൾ. സിൻസ് ദ ഡയറക്ഷൻ റേഷ്യോസ് ആർ പ്രൊപ്പോർഷണൽ ദ വെക്ടേഴ്സ് ആർ എന്താണ്? കൊളീനിയർ. ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് i minus 2j plus 3k and 3i minus 2j plus k. നമുക്ക് ആദ്യത്തെ വെക്ടർ A എന്ന് എടുക്കാം, രണ്ടാമത്തെ വെക്ടർ B എന്ന് അസ്യൂം ചെയ്യാം. സോ ലെറ്റ് വെക്ടർ A എഴുതി, B എഴുതി. ആംഗിൾ കാണണമെങ്കിൽ ആദ്യം A ഡോട്ട് B കാണണം. ഡോട്ട് പ്രോഡക്റ്റ്. എങ്ങനെയാ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നേ? ഈ രണ്ട് വെക്ടറിന്റെയും ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ജെയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് കെയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ 1, ഇവിടെ എന്താണ്? 3. 1 into 3 എന്താണ്? 3. ഹിയർ -2, ഹിയർ ജെയുടെ കോഎഫിഷ്യന്റ് -2, -2 into -2 that is +4. ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് 3, ഇവിടെ എന്താണ്? വെറും k എന്ന് പറഞ്ഞാൽ 1k, 1, 3 into 1 3. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A കാണുക. ഇവന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. 1 സ്ക്വയർ 1, -2ന്റെ സ്ക്വയർ 4, 3 സ്ക്വയർ 9. ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 14 എന്ന് കിട്ടും. Similarly, magnitude of B, root of 3 square 9 plus -2ന്റെ സ്ക്വയർ 4 plus 1 square 1. ആഡ് ചെയ്തപ്പോൾ അതും എന്ത് കിട്ടി? റൂട്ട് 14. സോ ആംഗിൾ കാണുന്ന ഫോർമുല cos theta equal to A dot B by magnitude of A into magnitude of B. അതായത് 10 by root 14 into root 14. 10 by 14, 5/7. അതായത് cos theta ആണ് 5/7. അപ്പൊ theta equal to cos inverse 5/7 എന്ന് എഴുതാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ഈ വർഷവും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ i plus 3j plus 7k on the vector 7i minus j plus 8k. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ വെക്ടർ A എന്ന് എടുക്കുക, രണ്ടാമത്തെ വെക്ടർ B എന്ന് എടുക്കുക. ഓക്കെ, A എടുത്തു, B എടുത്തു. ആദ്യം എന്ത് കാണണം? A ഡോട്ട് B അറിയാം. ഐയുടെയും കോഎഫിഷ്യന്റ് 1 into 7 7. അടുത്ത 3 into -1 അത് -3. അടുത്ത 7 into 8 എത്രയാണ്? 56. സിംപ്ലിഫൈ ചെയ്തപ്പോൾ 60.
അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ഇവന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 7 സ്ക്വയർ 49 പ്ലസ് മൈനസ് 1 സ്ക്വയർ 1 പ്ലസ് 8 സ്ക്വയർ 64 ആഡ് ചെയ്തപ്പോൾ റൂട്ട് 114 എന്ന് കിട്ടി. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി ഈക്വൽ ടു ഫോർമുല എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ബൈ റൂട്ട് 114 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Find area of the triangle with the vertices A, B and C. We have to find area of triangle ABC. ആദ്യം വെക്ടർ OA എഴുതുക 1i plus 1j plus 2k. വെക്ടർ OB എഴുതുക 2i plus 3j plus 5k. അടുത്ത വെക്ടർ OC എഴുതുക 1i plus 5j plus 5k. ഇത്രയും ആദ്യം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. എന്നിട്ട് AB കാണുക, വെക്ടർ AB എന്താണ് ഫോർമുല? OB മൈനസ് OA. OB എന്ന് OA സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. വെക്ടർ AC എഴുതുക, ഫോർമുല OC മൈനസ് OA അല്ലേ? OA OB OC എന്തൊക്കെയാണെന്ന് തുടക്കത്തിൽ പറഞ്ഞു, അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വെക്ടർ AC കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് AB ക്രോസ് AC, വെക്ടർ പ്രോഡക്റ്റ് എങ്ങനെയാണ് കാണുന്നത്? ഡിറ്റർമിനന്റ്. വെക്ടർ പ്രോഡക്റ്റ് എന്ന് കേട്ടാൽ മനസ്സിലേക്ക് ഓടി വരണം ഡിറ്റർമിനന്റ്. ഫസ്റ്റ് റോ IJK, സെക്കൻഡ് റോയിൽ ഈ AB യുടെ സ്കേലാർ കോമ്പോണൻസ് 1 2 3, IJK കോഎഫിഷ്യൻ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് AC യുടെ സ്കേലാർ കോമ്പോണൻസ് 0 4 3 എഴുതി. ഇനി ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക. അത് നമ്മൾ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? എലോങ് ഫസ്റ്റ് റോ I ഇൻറ്റു കോളം കളയുക റോ കളയുക, I ഇൻറ്റു റോ ഹൈഡ് ചെയ്യുക കോളം ഹൈഡ് ചെയ്യുക. ഈ 4 എലമെന്റിന്റെ ഡിറ്റർമിനന്റ് അതെങ്ങനെ വാല്യൂറ്റ് ചെയ്യണേ? 3 ഇൻറ്റു 2 6 മൈനസ് 4 ഇൻറ്റു 3 12. നെക്സ്റ്റ് മൈനസ് j ഇൻറ്റു റോ കളയുക കോളം കളയുക 3 ഇൻറ്റു 1 3 മൈനസ് 0 3 മൈനസ് 0 3 പ്ലസ് k ഇൻറ്റു ഈ k ഉൾപ്പെടുന്ന റോ ഹൈഡ് ചെയ്യുക കോളം ഹൈഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഡിറ്റർമിനന്റ് 1 ഇൻറ്റു 4 4 4 മൈനസ് 0 4. സോ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 6i മൈനസ് 3j പ്ലസ് 4k. അടുത്ത് AB ക്രോസ് AC യുടെ മാഗ്നിറ്റ്യൂഡ് കാണുക. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 36 plus 9 plus 16. സിംപ്ലിഫൈ ചെയ്തപ്പോൾ റൂട്ട് 61. നൗ ഏരിയ ഈക്വൽ ടു എന്താണ് ഫോർമുല? ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് AB ക്രോസ് AC. AB ക്രോസ് AC യുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടി? റൂട്ട് 61. തൊട്ട് മേളിൽ നമുക്ക് കിട്ടി. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ perpendicular to each of the vector a plus b and a minus b, where vector a തന്നിട്ടുണ്ട് vector b തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ആദ്യം a plus b കാണണം, then a minus b കാണണം, എന്നിട്ട് അവയുടെ വെക്ടർ പ്രോഡക്റ്റും കാണണം. ആദ്യം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. സോ a plus b, a എന്ന വെക്ടറും b എന്ന വെക്ടറും ആഡ് ചെയ്തു. a minus b, a എന്ന വെക്ടറിൽ നിന്ന് b എന്ന വെക്ടർ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇത് രണ്ട് കിട്ടി. അടുത്തെന്താ കാണേണ്ടത്? a plus b cos a minus b. cos എന്ന് കേട്ടാൽ ഡിറ്റർമിനന്റ് IJK, a plus b യുടെ കോഎഫിഷ്യൻ 4 4 0. അടുത്ത് a minus b യുടെ കോഎഫിഷ്യൻ ലാസ്റ്റ് റോയിൽ 2 0 4. എക്സ്പാൻഡ് ചെയ്യുക. I ഇൻറ്റു കോളം റോയും കളഞ്ഞാൽ 16 എന്ന് കിട്ടും. അടുത്ത് മൈനസ് j ഇൻറ്റു j ഉൾപ്പെടുന്ന റോ കളഞ്ഞു കോളം കളഞ്ഞു, വീണ്ടും 16 എന്ന് കിട്ടി. പ്ലസ് k ഇൻറ്റു k ഉൾപ്പെടുന്ന റോ ഹൈഡ് ചെയ്തു കോളം ഹൈഡ് ചെയ്തു, എന്ത് കിട്ടി? ഇത് 0 മൈനസ് 8 മൈനസ് 8. സിംപ്ലിഫൈ ചെയ്തപ്പോൾ 16i മൈനസ് 16j മൈനസ് 8k. ഇനി ഈ കിട്ടിയതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് a പ്ലസ് ബി കോസ് a മൈനസ് ബി റൂട്ട് ഓഫ് 16ന്റെ സ്ക്വയർ 256 മൈനസ് 16ന്റെ 256 മൈനസ് 8ന്റെ 64 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 576, ദാറ്റ് ഈസ് 24. നെക്സ്റ്റ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a plus b and a minus b. ബോത്ത് a and b ആണെങ്കിൽ അവയുടെ വെക്ടർ പ്രോഡക്റ്റ് ബൈ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ a plus b and a minus b, അപ്പോൾ അവയുടെ വെക്ടർ പ്രോഡക്റ്റ് a plus b cos a minus b ബൈ അവയുടെ മാഗ്നിറ്റ്യൂഡ്. ഈ മേളത്തെ സംഗതിയാണ് ഇവിടെ കിട്ടിയത്. 16i മൈനസ് 16j മൈനസ് 8k ബൈ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 24. വേണമെങ്കിൽ അത് കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ ഉൾപ്പെടുത്തി എന്ന് മാത്രം. ഇഫ് a, b, c are unit vectors such that a plus b plus c equal to 0, then find value of a dot b plus b dot c plus a dot c. Okay, a യും b യും c യും എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ്. സിൻസ് a, b, c are unit vectors, their magnitude are 1. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് a ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് b ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് c എന്ത് കിട്ടി? 1.
അടുത്ത ക്വസ്റ്റിൽ തന്നുള്ള കണ്ടീഷൻ a plus b plus c equal to 0. Taking a dot on both sides. അപ്പോൾ ലെഫ്റ്റ് സൈഡ് a dot a plus b plus c equal to a dot 0. അത് 0. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a dot a plus a dot b plus എന്ത് കിട്ടും a dot c equal to 0. a dot a എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടീസിൽ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് ഓഫ് a യുടെ സ്ക്വയർ പ്ലസ് ഇത് a dot b plus a dot c. ഇതിന്റെ വാല്യൂ 1 ആണ്. 1 സ്ക്വയർ 1. അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സിമിലർലി ആദ്യത്തെ ഇക്വേഷൻ a plus b plus c equal to 0 യിൽ b ഡോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ b ഡോട്ട് a പ്ലസ് b ഡോട്ട് b പ്ലസ് b ഡോട്ട് c equal to 0. b ഡോട്ട് a ഡോട്ട് b എഴുതാം, കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട്. b ഡോട്ട് b എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് b സ്ക്വയർ, അത് 1 ആണ്. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -1. ഈ b ഡോട്ട് c അതുപോലെ എഴുതി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നൗ c ഡോട്ട് a plus b plus c equal to 0. ആദ്യത്തെ ഇക്വേഷനിൽ c ഡോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ c ഡോട്ട് a എന്ന് പറഞ്ഞാൽ a ഡോട്ട് c എന്ന് എഴുതാം. അടുത്ത് c ഡോട്ട് b അത് b ഡോട്ട് c എന്ന് എഴുതാം. അടുത്ത് c ഡോട്ട് c എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് c സ്ക്വയർ, അത് 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -1. ഈ മൂന്ന് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ a ഡോട്ട് b 2 പ്രാവശ്യം വരും, b ഡോട്ട് c 2 പ്രാവശ്യം വരും, a ഡോട്ട് c 2 പ്രാവശ്യം വരും. ആഡിങ് ദീസ് 2 ഇക്വേഷൻസ് വി ഗെറ്റ് 2a ഡോട്ട് b പ്ലസ് 2 into a ഡോട്ട് c പ്ലസ് 2 into b dot c equal to -3. എവിടെ നിന്നാ ഈ -3 വന്നേ? മൂന്ന് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് എന്താണ്? -1 -1 -1. അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് -3. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് 2 പുറത്തെടുക്കുക, അത് ഇൻറ്റു ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. സോ a ഡോട്ട് b പ്ലസ് a ഡോട്ട് c പ്ലസ് b ഡോട്ട് c ഈക്വൽ ടു -3/2 എന്ന് കിട്ടും. ഓക്കെ, ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. If a is a unit vector and x minus a dot x plus a equal to 8, then find magnitude of x. So a എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്റ്റർ, therefore magnitude of vector a equal to എന്താണ്? 1. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് x minus a dot x plus a equal to 8. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ഇതിന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചു. a plus b dot a minus b ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് a സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് b സ്ക്വയർ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് x സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് a സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് a 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ എന്താണ്? 1. ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ +1. 8 + 1 എന്ത് കിട്ടും? 9. മാഗ്നിറ്റ്യൂഡ് ഓഫ് x സ്ക്വയർ 9. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് x എന്ന് പറയുന്നത് എന്തായിരിക്കും? 3. സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് നോക്കി ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പ്രോബ്ലംസും ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ 13 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.